സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 6 കാർഡ് സ്പ്രെഡിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ നോക്കാൻ പോണത് ജീവിതത്തിലെ ഒരു ക്യാരക്ടറിന് ഫേസ് ചെയ്യേണ്ടി വന്ന ദുഃഖത്തിനുള്ള കാരണം എന്താണെന്ന് നമ്മളിവിടെ നോക്കണം. ഇവിടുത്തെ വിഷയം സാഡ്നെസ് ആണ്. എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ സാഡ്നെസ് ഉണ്ടായത് എന്നുള്ളത് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഈ സാഡ്നെസ്സിനെ കുറിച്ച്, എനിക്ക് ഇങ്ങനെ ഒരു സാഡ്നെസ് ഉണ്ടാവാൻ വേണ്ടി എന്താണ് ഈ സാഡ്നെസ്സിനെ കുറിച്ച് ഞാൻ അറിയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എന്നുള്ള കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് വന്ന ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മഹാപുരോഹിത എന്നൊക്കെ പറയാം. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ജ്ഞാനമുള്ള ആളാണ്. പക്ഷെ അവിടെ വേറൊരു അർത്ഥമുണ്ട്, സീക്രസി. അതായത് പുറത്തേക്ക് വെളിപ്പെടുത്താനാവാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ചോദ്യം, ഈ പ്രോബ്ലം, അതായത് ഈ സാഡ്നെസ് എങ്ങനെയാണ് ഇപ്പോൾ ജീവിതത്തിൽ പ്രശ്നമാവുന്നത്? ജീവിതത്തിൽ പ്രശ്നമാവുന്നത് എന്താ വെച്ചാൽ ഡെത്ത് എന്നുള്ള കാർഡാണ്. അത് മേജർ ആർക്കാന കാർഡാണ്. ആദ്യത്തെ ഹൈ പ്രീസ്റ്റസും മേജർ ആർക്കാന കാർഡാണ്. രണ്ടാമത് ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രശ്നമാവുന്നത് വന്നത്, അതും മേജർ ആർക്കാന കാർഡാണ്. ഡെത്ത് എന്നുള്ള കാർഡ് ശരിയുള്ള മരണം എന്നുള്ള അർത്ഥമല്ല, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുർഘടമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. അതിൽ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനും പോകുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഈ സാഡ്നെസ് നമുക്ക് എന്താണ് ഉണ്ടാക്കണത്? ഒരു പ്രതിസന്ധി ഘട്ടമാണ്, ഒരു ദുർഘടമായ ഘട്ടമാണ്. അതിലൂടെ നമുക്ക് മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യം, നമ്മൾ എങ്ങനെയാണ് ഇതെനിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കണത്? ഈ ഒരു പ്രതിസന്ധി ഘട്ടം, ഈ സീക്രസിയൊക്കെ എങ്ങനെയാണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് ചോദിക്കുമ്പോൾ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും, ഈ ഒരു ഘട്ടത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ തടസ്സം. അതാണ് 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് സോർട്സ് എന്താ വെച്ചാൽ, ഒരു വേദനകളെ സഹിച്ചു കൊണ്ടിട്ട് ഇതിൽ നിന്നൊക്കെ വിട്ടുപോണ ഒരു യാത്രയ്ക്ക് പോണ ഒരു കാർഡാണ് 6 ഓഫ് സോർട്സ്. മനോവേദനയും കൊണ്ടിട്ടാണ് യാത്ര ചെയ്യണത്. പക്ഷെ അതിന് അങ്ങനെ പോവാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഇവിടെ തടസ്സം. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ എന്താണ് സ്വീകരിക്കേണ്ടത് നോക്കുമ്പോൾ, എന്താണിപ്പോൾ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് എടുക്കാനുള്ളത്, എന്താണ് ഞാൻ സ്വീകരിക്കാനുള്ളത് നോക്കുമ്പോൾ, അവിടെ 8 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. കപ്സ് ഇമോഷണലാണ്, ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 8 കപ്പുകൾ നിരത്തി വെച്ചിട്ട് ഒരാൾ ഇതിനെയൊക്കെ വിട്ടിട്ട് അയാളെ പാഷനായിട്ട് ആന്തരികമായിട്ട് ശക്തി ഉപയോഗിച്ച് അയാൾ ആത്മീയ യാത്രയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഗ്രഹണ സമയമാണ്. ഗ്രഹണം കഴിഞ്ഞാൽ പ്രകാശം വരും. പക്ഷെ ഇപ്പോൾ ഗ്രഹണ സമയമാണ്. അപ്പോൾ ഇത് എന്തോ സംതിങ് റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. അപ്പോൾ ഇയാൾ ഇതെല്ലാം, ഈ മനോവേദനയെല്ലാം വിട്ട്, ഇയാൾ ഈ എല്ലാം വിട്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അയാളുടെ പാഷനായിട്ട്, അയാളുടെ ആന്തരികമായ ശക്തി ഉപയോഗിച്ച് ഒരു സ്പിരിച്വൽ യാത്രയ്ക്ക് അയാളുടെ പാഷനായിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോണ ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നമുക്ക് സന്താനങ്ങളെ ആലോചിച്ച് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് മാറി നിൽക്കാം, മാനസികമായിട്ട് വിട്ടു നിൽക്കാം. മാനസികമായിട്ട് മനസ്സുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ പാഷൻ്റെ ലോകത്തേക്ക്, നമ്മുടെ സ്പിരിച്വൽ ലോകത്തേക്ക് നമ്മൾ ഇതിനെല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെ നമ്മൾ ഈ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുമ്പോൾ 4 ഓഫ് സോർട്സ് ആണ്. അതിൽ ആ 3 ഓഫ് സോർട്സ് കഴിഞ്ഞിട്ടാണ് 4 ഓഫ് സോർട്സ്. അവിടെ ഒരു 3 സോർട്സ് അവിടെ ചുമരിൽ കൊളുത്തിയിട്ടിങ്ങനെ കാണാം. അതായത് മുൻകാലത്തിലെ ആ ഹൃദയവേദന, ഹാർട്ട് ബ്രേക്ക് ഇഷ്യൂസ് ഓർ ആ ഗ്രേഫ്, അതിനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ മാറ്റി അവിടെ ഒരു ചുമരിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ടേക്ക് റെസ്റ്റ്, വിശ്രമെടുക്കുക, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ലാസ്റ്റ് ചോദ്യം. നമുക്കുള്ള ഗൈഡൻസ് നോക്കുമ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്.
8 ഓഫ് പെൻറ്റിക്കിൾസ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ സംതൃപ്തി കാണുക, അതിൽ സന്തോഷം കാണുക, അതിലൂടെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച നേടാം, മനസ്സമാധാനം നേടാം, സംതൃപ്തി നേടാം. ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതിൽ കുറച്ച് രഹസ്യമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിഷമഘട്ടം, അതിൽ നിന്ന് മാറിപ്പോവാൻ നോക്കണു പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഇവിടെ പറയുന്നു മാനസികമായി മാറി നിൽക്കുക, ആ ഹൃദയവേദനയൊക്കെ മാറ്റി നിർത്തി ആത്മപരിശോധന നടത്തുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രയർ ചെയ്യുക, യോഗ മുതലായ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ കരിയറിലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പണസമ്പാദന ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇതിലൂടെ സംതൃപ്തിയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്കിതെല്ലാം ഉപേക്ഷിച്ച് വിട്ടുപോകുക എന്നുള്ളത് അത്ര പോസിബിളല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ മാറ്റം കൊണ്ടുവരിക, നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റുക, നമ്മുടെ മനസ്സിനെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് മാറ്റുക, നമ്മുടെ കരിയറിലേക്ക് ശ്രദ്ധിക്കുക, അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അതിൽ നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പണം ഉണ്ടാക്കുക, നമ്മൾ സന്തോഷം കണ്ടെടുക്കുക, നമ്മൾക്കുള്ള സമാധാനം നമ്മൾ കണ്ടെത്തുക. അതാണ് ഇതിൻ്റെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. താങ്ക് യു.